എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന പത്തിരി ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു പ്രശ്നവും പറ്റാറില്ല കേട്ടോ. ഇതിൽ ഞാൻ അത് വിശദമായി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പത്തിരി സൂക്ഷിക്കുന്നത് എന്നൊക്കെ. പക്ഷെങ്കിൽ ഇവിടെ ഒരാഴ്ച മാത്രമൊന്നല്ല, അതിൽ കൂടുതൽ പോവാറുണ്ട്. പക്ഷെ ഞാനൊന്ന് കരുതാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നേ ആ ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പൊടി കണ്ടറിയാം എത്ര വെള്ളമാണെന്ന് അങ്ങനെ അറിയണം ശരി. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ മട്ടക്കണക്ക് എന്ന് പറയുന്നത്. ഈ ഉമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ സംഗതികൾ നല്ലോണം അറിയട്ടോ. മട്ടക്കണക്കിലാണ് അവരെല്ലാം എടുക്കാറ്. നമ്മളിവിടെ കപ്പും കോലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോഴേക്കും അവരുടെ കണക്കൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അളവുകളൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മുടെ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. റംസാൻ എന്നാൽ നമുക്ക് പത്തിരി തന്നെയാണ് ആദ്യം മുന്നിലേക്ക് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കുന്നത് നോക്കാം. പത്തിരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ കൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ നല്ല പോലെ വെട്ടി തിളക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല ഫൈൻ ആയിട്ടുള്ള പത്തിരി പൊടിയാണ് എടുത്തേക്കുന്നത്. ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും വെള്ളം ചേർക്കുന്നിടത്ത്. അപ്പൊ നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് 7 കപ്പ് എന്നുള്ളത് ഒരു 8 കപ്പെങ്കിലും ആക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് 1 കപ്പ് നമ്മൾ തിളച്ച സമയത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊടി ഇട്ടതിന് ശേഷം നടുക്കൊരു ഹോൾ ഇട്ടിട്ട് കുറച്ചു നേരം അടച്ചു വെക്കുക. അപ്പൊ ആ തിള മൊത്തത്തിൽ അങ്ങ് പൊങ്ങി വരും. നല്ല പത്തിരി കിട്ടാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ വാട്ടിയെടുക്കാം. ഇപ്പൊ ഒന്നും തീ ഓഫ് ചെയ്തിട്ടില്ല. തീയോട് കൂടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. വെള്ളം ഇതിലേക്ക് എല്ലാം യോജിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ 1 കപ്പ് വെള്ളം മാറ്റി വെക്കുന്ന എന്തിനാണ്, ചില പൊടികളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും വെള്ളം ചേർക്കുന്നിടത്ത്. അപ്പൊ ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ മാറ്റി വെച്ച 1 കപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ കിടക്കട്ടെ. അപ്പൊ കണ്ടല്ലോ നമുക്കിതിലേക്ക് 5 കപ്പ് പൊടിയിലേക്ക് 7 കപ്പാണ് കേട്ടോ വെള്ളം വേണ്ടി വന്നത്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതുപോലത്തെ ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പൊ ഈ ചൂടിൽ തന്നെ നമ്മൾ പത്തിരി കുഴക്കണം. അപ്പോഴാണ് അതിന്റെ ആ ഒരു പത്തിരി നല്ല നൈസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ നല്ല ചൂടിൽ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളൊരു പാത്രം എടുക്കാം. എന്നിട്ട് ആ പാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പൊ കയ്യിലേക്ക് നമുക്ക് ചൂടെത്തില്ല. അത് അല്ല, നിങ്ങൾക്ക് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ കുഴക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ നല്ല വെള്ളം നമ്മൾ മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താലും നമുക്ക് കുറെയൊക്കെ ചൂട് താങ്ങാൻ പറ്റും കേട്ടോ. എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. പത്തിരിക്ക് എന്ന് പറഞ്ഞാൽ കുഴ എണ്ണയാണ് ഇതിനെ നല്ല പത്തിരിയാക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കി എടുക്കണം. അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഈ സമയത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ബോൾസ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് മാത്രം, ആ സമയത്ത് മാത്രം ചേർത്തെടുത്താൽ മതി. സാധാരണ നമ്മൾ പത്തിരി കുഴക്കുന്ന സമയത്തും എണ്ണ ചേർക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പരത്തുന്ന സമയത്തും എണ്ണ ചേർക്കുന്നവരുണ്ട്. അതിന് പകരം ഇങ്ങനെ നിങ്ങൾക്ക് എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ എവിടെയും നിങ്ങൾക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യം വരില്ല. അതായത് കുഴക്കുന്ന സമയത്തും ചേർക്കേണ്ട ആവശ്യം വരില്ല, പരത്തുന്ന സമയത്തും ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ വട്ട് പിടിക്കുക എന്ന് പറയും ഇവിടെ, ഇങ്ങനെ ബോൾസ് ആക്കുന്നതിന്. ഈ സമയത്ത് നമ്മൾ കയ്യിലേക്ക് എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് പരത്തിയെടുക്കാനും പറ്റും. മുൻപ് ഏതൊരു വീഡിയോയിൽ ഞാൻ പത്തിരി പ്രസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് പ്രസ് എന്ന്. ഇത് കുമാർ എന്നൊരു കമ്പനിയുടെ പ്രസ്സാണ്. കുറെ മുൻപുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല. ഈ പ്രസ് ഏകദേശം ഒരു 16 വർഷത്തോളമായിട്ട് നമ്മുടെ കയ്യിൽ. ഇത് നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കണം നല്ല പോലെ. എപ്പോഴും ഇങ്ങനെ പ്രസ് കഴുകി എടുക്കരുത്. അങ്ങനെ കഴുകി എടുക്കുമ്പോൾ ഇതിൽ ഈ ഒട്ടിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അടർന്നു പോരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ പ്രസ് അത്രയും നല്ലതായി കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നത്. എന്നിട്ടേ നമ്മൾ ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് 2 ഭാഗവും പൊടി തട്ടിയിട്ടാണ് നമ്മൾ വെക്കാറ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പത്തിരി എങ്ങനെയാണ് കുറെ കാലം സൂക്ഷിക്കുന്നത് എന്നും കൂടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പത്തിരി പൊടി ഇതുപോലെ തട്ടി വെക്കാം. സൂക്ഷിക്കുന്നതാണെങ്കിൽ കുറച്ചധികം പൊടി തന്നെ എടുത്തോളൂ. അത് വിചാരിച്ച് ഒരുപാട് അങ്ങ് ഇതിലേക്ക് ഇടുകയും ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മിതമായ ലെവലിലായിരിക്കണം നമ്മൾ ഈ പൊടി തട്ടിയെടുക്കുന്ന അത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഉമ്മത് പ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ പൊടി ഇങ്ങനെ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടുള്ളവരൊക്കെ ഈ പത്തിരി പലയിലാണ് പരത്തിയുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനത്തെ പരിപാടിക്കൊന്നും മെനക്കെടാറില്ല. അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് നൈസാക്കണോ അത്രയും വലുപ്പത്തിൽ നമുക്ക് നൈസാക്കി എടുക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇതുപോലെ പ്രസ്സിൽ തന്നെയാണ് പരത്തിയെടുക്കാറ്. അപ്പൊ നമ്മൾ പൊടി ഇതുപോലെ തട്ടിവെക്കുക. തട്ടിവെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് എങ്ങനെയാണ്
പത്തിരി ഏകദേശം ഒരു 10 ദിവസം മാത്രമൊന്നുമല്ല കേട്ടോ, അതിൽ കൂടുതൽ ദിവസം നമ്മൾ വെക്കാറുണ്ട്. അത്രയും ദിവസം എങ്ങനെയാണ് പത്തിരി സൂക്ഷിക്കുന്നത് എന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാം. ഇതിലേക്ക് നല്ല കോട്ടന്റെ തുണി ഉണ്ടല്ലോ, നല്ല ഉണങ്ങിയ തുണിയാണ് കേട്ടോ. നമ്മളിത് പത്തിരി ഇങ്ങനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ഒരു തുണിയാണ്. അതിലേക്ക് നമ്മളിതുപോലെ പരത്തിയ പത്തിരി അങ്ങ് മാറ്റി കൊടുക്കാം. ഈ ഒരു തുണി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നല്ല വലുപ്പത്തിലുള്ള ഒരു തുണിയാണ്. അത് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടല്ലോ, ഇതിന്റെ 4 ഭാഗത്തുനിന്നും നമുക്ക് ഇതിനെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ 4 ഭാഗത്തുനിന്ന് നമ്മൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് സാധാരണ പത്തിരി സൂക്ഷിക്കുന്നവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിന് വേണ്ട കേട്ടോ. ഇങ്ങനെ 4 ഭാഗത്തുനിന്ന് ഇതിന് കവറിങ് വരുമ്പോൾ ഇതിന്റെ അകത്തേക്ക് അധികം തണുപ്പ് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പത്തിരി നല്ല ഫ്രഷ് ആയി എപ്പോഴും തന്നെ കിടക്കും. ഇനി എങ്ങനെയാണ് പത്തിരി ചുട്ടെടുക്കുന്നത് നോക്കാം. പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ 2 മറിച്ചിടല് നമ്മൾ വരും. അതായത് 3 വട്ടം പത്തിരി ഈ ഒരു തവയിൽ കിടക്കും. ആദ്യം ഇട്ട ഉടനെ തന്നെ വളരെ കുറച്ച് സെക്കൻഡ് മാത്രമേ വെക്കുള്ളൂ. ആ സമയത്ത് തന്നെ നമ്മളിത് മറിച്ചിടും. പിന്നത്തെ മറിച്ചിടുന്ന സമയത്ത് കുറച്ച് സമയം വെക്കും. അപ്പൊ നിറയെ ബബിൾസ് മുകളിലായിട്ട് ഇങ്ങനെ വരും. മുകളിൽ ആ ബബിൾസ് വരുമ്പോൾ മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ മറിച്ചിടും. ആ മറിച്ചിടുന്ന സമയത്താണ് ഇത് നല്ല പോലെ പൊങ്ങി വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് ഇടും, ഇട്ട ഉടനെ തന്നെ സെക്കൻഡ് മാത്രം അപ്പൊ തന്നെ മറിച്ചിടും. മറിച്ച് ഇടുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് വരുമ്പോൾ വീണ്ടും നമ്മളിത് മറിച്ചിടും. ആ സമയത്താണ് ഇത് ഇതുപോലെ നല്ല പോലെ അങ്ങ് പൊങ്ങി വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നല്ലൊരു പത്തിരി നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പൊ കണ്ടല്ലോ, നമ്മുടെ ഈ റംസാനിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് അറിയുന്നതാണ്, എന്നാലും ഞാൻ ഇത് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.